ഹയർ സെക്കൻഡറി ഒന്നാം വർഷ ചരിത്ര പാഠഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആദിമ മനുഷ്യരുടെ വ്യത്യസ്തങ്ങളായ പരിണാമ പ്രക്രിയകളെപ്പറ്റി പറഞ്ഞു. കാലത്തിൻ്റെ ആരംഭം മുതൽ, കാലാരംഭം, ഫ്രം ദ ബിഗിനിങ് ഓഫ് ടൈം എന്ന ഒന്നാമത്തെ തീമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇതിൽ നമ്മൾ അധികമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് ആദ്യത്തെ ക്ലാസ് തന്നെ ഹ്യൂമാനിറ്റീസ് എന്താണെന്നൊക്കെ, ഹ്യൂമാനിറ്റീസ് ഒന്നും പരീക്ഷ പോയിന്റ് ആയിട്ടല്ല, ഹ്യൂമാനിറ്റീസ് എടുത്ത വ്യക്തികൾക്ക് എന്താണ് ഹ്യൂമാനിറ്റീസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അടുത്തതായിട്ട് ഹിസ്റ്ററി ആ വാക്കിൻ്റെ അർത്ഥവും, ഹിസ്റ്ററിക്കും ബാക്കി സബ്ജക്റ്റുകളെ പോലെ ഒരു ഫാദർ അതാരാണെന്നും ഒക്കെ നമ്മൾ പറഞ്ഞു. ഹെറോഡോട്ടസ് വാസ് കൺസിഡർഡ് ആസ് ദ ഫാദർ ഓഫ് ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് ഉള്ളടക്കം 11 തീമുകൾ 4 ഭാഗങ്ങളായിട്ട് അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തെ 2 ഭാഗങ്ങൾ, ആദ്യത്തെ നമ്മൾ പഠിക്കുന്ന കാലാരംഭം മുതലും, രണ്ടാമതും ഈ നദീതട സംസ്കാരങ്ങളെക്കുറിച്ചുള്ള പഠനമായിട്ട്. പിന്നീട് പറഞ്ഞതും ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഞാൻ ഈ പറയുന്നത് ചിലർക്കെങ്കിലും തോന്നാം ഇത് കൂടുതലായിപ്പോയി, ഒരുപാട് പഠിക്കാനുണ്ടെന്നുള്ള രീതി തോന്നാം. അതുകൊണ്ട് ഇതൊന്നും പരീക്ഷാ സംബന്ധിയായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് ഇപ്പോൾ കാണുന്ന മനുഷ്യൻ കൃഷി തുടങ്ങിയത് അതുകൊണ്ട് ഇപ്പോഴും അവർ മൃഗപരിപാലനം, അപ്പോൾ അഗ്രികൾച്ചർ കഴിഞ്ഞ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്, ആദ്യമായിട്ട് മൃഗപരിപാലനം നടത്തുന്നു. കൃഷിക്ക് വേണ്ടിയായാലും ഭക്ഷണത്തിന് വേണ്ടിയായാലും ഒക്കെ, ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയായാലും ഒക്കെ മൃഗപരിപാലനം നടത്തുന്നു. അപ്പോൾ കൃഷിയിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങിയേക്കുന്നത് എന്ന് പറയാൻ വേണ്ടി ആ ഇൻട്രൊഡക്ഷന് വേണ്ടി മാത്രം പറഞ്ഞതാണെന്നുള്ളതാണ്. അത്ര കൂടുതലായിട്ട് നമ്മൾ പഠിച്ചു പോയതല്ല. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് കടക്കാൻ. പിന്നെ ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് തന്നെ ഉണ്ടാക്കിയ പോട്ടറി മേക്കിംഗ്, മൺപാത്ര നിർമ്മാണം. ചക്രങ്ങൾ ആദ്യം കണ്ടുപിടിച്ചത് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയല്ല, മൺപാത്രങ്ങൾ നിർമ്മിക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള മൺപാത്രങ്ങളൊന്നും അല്ലായിരുന്നു. ആദ്യം അവർ ഉപയോഗിച്ച കല്ലുകൾ റഫ് കല്ലുകൾ പോലെ തന്നെ മൺപാത്രങ്ങൾ റഫായിരുന്നു. ആയുധങ്ങളെപ്പറ്റി ആ പാഠത്തിലൊക്കെ ഇനി നമ്മൾ പഠിക്കാൻ വരുന്നേ ഉള്ളൂ. വ്യത്യസ്തങ്ങളായ ആയുധങ്ങൾ, ആദ്യത്തെ പരുക്കൻ കല്ലുകൾ തൊട്ട് പോളിഷ്ഡ് സ്റ്റോൺസ്. അതുകൊണ്ട് ആ കാലഘട്ടത്തിന് തന്നെ ആ പേര്, കല്ലുകളുടെ ആ പോളിഷ് ചെയ്യുന്നതും അല്ലാത്തതും വെച്ചാണ് കാലത്തിന് തന്നെ പേര് കൊടുക്കുന്നത്. പിന്നീട് അവർ സാധനങ്ങളൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ബാർട്ടർ സിസ്റ്റം, അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ കൈമാറി കച്ചവടം, ഒരു വ്യാപാര സമൂഹം ഉടലെടുക്കുന്നതാണ്. അപ്പോൾ വിദൂരദേശ വ്യാപാരം, വളരെ ദൂരദേശങ്ങളിലേക്ക് മൃഗങ്ങളുടെയൊക്കെ പുറത്ത് സാർത്ഥവാഹ സംഘങ്ങളായിട്ട് പോയി ദൂരസ്ഥലങ്ങളിലേക്ക്. അപ്പോൾ ഒരു മൈഗ്രേഷൻ്റെയൊക്കെ കാലഘട്ടമാണ്. കൾച്ചറലായിട്ടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൈമാറ്റത്തിൻ്റെയാണ്. ഇതിനകത്ത് തന്നെ നമ്മൾ സ്റ്റഡി ഓഫ് സോഴ്സസ്, ആദ്യത്തെ ക്ലാസ്സിൽ വലുതായിട്ട് പറഞ്ഞില്ല, പിന്നീട് ഞാൻ പറഞ്ഞായിരുന്നു പഠിക്കണമെന്ന്. ഹ്യൂമൻ ഫോസിൽസ് മാത്രമേ ഫസ്റ്റ് ക്ലാസ്സുകൾ പറഞ്ഞുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞത് സ്റ്റോൺ ടൂൾസും കേവ് പെയിൻറ്റിങ്സും, 3 എണ്ണമായി. ഇപ്പം 4ാമത് ഒരെണ്ണം കൂടി പറഞ്ഞാലും ഓർക്കുന്നുണ്ടോ? ദ വർക്ക്സ് ഓഫ് ഡാർവിൻ, അതും കൂടി ചേർക്കാം. അപ്പോൾ മനുഷ്യൻ്റെ ഫോസിലുകൾ, അവൻ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ, അവൻ വരച്ചിരുന്ന ഗുഹാ പെയിൻറ്റിങ്സ്, ഗുഹാചിത്രങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. പിന്നീട് നമ്മൾ ഫോസിലുകൾ എന്താണെന്നൊക്കെ, പൗരാണിക ജീവികളുടെ അവശിഷ്ടങ്ങളാണ് ഫോസിലുകൾ. അവയെക്കുറിച്ച് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ നമ്മൾ വ്യത്യസ്ത ചിത്രങ്ങളൊക്കെ വെച്ച് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഇന്ന് കാർബൺ ഡേറ്റിങ്ങിലൊക്കെ വെച്ചിട്ട് ഈ കാണുന്ന ജന്തുവിൻ്റെ തന്നെ പ്രായം എത്ര വർഷം മുമ്പുള്ളതാണെന്നൊക്കെ കൃത്യമായി അറിയാൻ ഇന്ന് മാർഗങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റോറി ഓഫ് ഹ്യൂമൻ ഇവല്യൂഷനിലോട്ട് കയറിയത്. അതിൽ നമ്മൾ ചാൾസ് ഡാർവിനെ പറ്റി ഒക്കെ പറഞ്ഞു, ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന പുസ്തകത്തിനെ പറ്റി ഒക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഹോമിനിഡ്സും. അപ്പോൾ അത് വളരെ കൂടുതലായിട്ട് പഠിക്കാണ്ടല്ലോ. ഇപ്പം തന്നെ കാണുന്ന ചാർട്ട്, അപ്പോൾ ചാർട്ടായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കുമല്ലോ. ആ ചാർട്ട്, സ്മാളർ ബ്രെയിൻ, അപ്പുറത്തെ സൈഡിൽ ലാർജ് ബ്രെയിൻ. ഇപ്പോൾ ഇത് ലാർജർ ബോഡിക്ക് അപ്പുറത്ത് നിങ്ങൾക്ക് സ്മാൾ ബോഡി കൊടുക്കാം. ഇങ്ങനെ ഓരോന്നും ഇതിൽ കാണുന്ന പോലെ തന്നെ പഠിക്കണമെന്നില്ല. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലോ അല്ലെങ്കിൽ ടെസ്റ്റിലുള്ള രീതിയിലോ അങ്ങനെ തന്നെ ചാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഹോമിനിഡ്സും. അപ്പോൾ അത് ഉറപ്പായിട്ടും ആ രീതിയിൽ തന്നെ പഠിച്ചിരിക്കേണ്ടതാണ്. അത് കഴിഞ്ഞ് ആസ്ട്രലോപിത്തക്കസ് വന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഓൾഡ് വായ് ജോർജിൽ നിന്ന് 17 ജൂലൈ 1959 കണ്ടെത്തിയ ആസ്ട്രലോപിത്തക്കസിൻ്റെ ലൂയി ലീക്കയും മേരി ലീക്കയും കൂടെ കണ്ടെത്തിയ, മേരി ലീക്കയ്ക്കാണ് അതിനകത്ത് കൂടുതൽ പവർ. അപ്പോൾ ഹോമിനിഡ്സിൽ നിന്നുണ്ടാവുന്നതാണ് ആസ്ട്രലോപിത്തക്കസും ഹോമോയും എന്ന് പറഞ്ഞു. അത് നേരത്തെ പറഞ്ഞാൽ വൻതോതിലൊന്നും പഠിക്കാനില്ല. നിങ്ങൾ ഒരു ബുക്ക് പേപ്പർ എടുത്ത് ഈ കാണുന്ന പോലെ ആസ്ട്രലോപിത്തക്കസ് ഒരു സൈഡിൽ എഴുതി, ഒരു സൈഡിൽ ഹോമോ എഴുതി. അപ്പോൾ ലാറ്റിൻ വേർഡ്
ആസ്ട്രൽ മീനിങ് സതേൺ, ഇപ്പുറത്താണ് ലാറ്റിൻ വീട് ഹോമോ മീനിങ് മാൻ. അപ്പോൾ ഓരോന്നിനെയും ആ ബൈനറി ഓപ്പോസിഷൻ രീതിയിൽ ഓരോന്നിൻ്റെയും അതിന് അപ്പുറത്ത് അതിൻ്റെ ഓപ്പോസിറ്റും കൊടുത്ത് അങ്ങനെ പഠിച്ചു പോകാൻ കുറേ കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ എക്സാമിന് ചോദിക്കുന്ന 2 എണ്ണം ഉറപ്പായിട്ട്, ഹോമിനോയിഡ്സും ഹോമിനിഡ്സും തമ്മിലുള്ള വ്യത്യാസം, ആസ്ട്രലോപിത്തക്കസും ഹോമോയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചുള്ളെങ്കിലും ഈ പറഞ്ഞ 2 എണ്ണം നമുക്ക് 100% എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഹോമോയിലോട്ട് വന്നു. ഹോമോയുടെ പ്രത്യേകതയായിട്ട് ബിഗ് ബ്രെയിൻ, സ്മാൾ സ്കെയിൽ പ്രൊജക്റ്റഡ് ഫ്രണ്ട് ജോ, സ്മാൾ ടീത്ത്, ലിവ്ഡ് ഇൻ ഗ്രൗണ്ട്. അപ്പോൾ പിന്നെ വലിയ തലച്ചോറ്, ചെറുതായിട്ട് മാത്രം ഉന്തിയ താടിയല്ല്, ചെറിയ പല്ലുകൾ, മരങ്ങളിൽ നിന്ന് ഇറങ്ങി താഴെ ജീവിക്കുന്നു, എല്ലാം ഇപ്പോഴത്തെ ആൾക്കാരെ പോലെ. അപ്പോൾ ഇവർ ഈ തീരുമാനങ്ങളൊക്കെ എടുത്തതാണ് നമ്മളിലേക്ക് എത്തിയത്. ഇങ്ങനെയൊന്നും തീരുമാനം എടുക്കാതെ മരത്തിൻ്റെ മുകളിൽ ഇവരങ്ങ് ജീവിക്കാൻ തീരുമാനിച്ചിരുന്നില്ല. അതായിരുന്നു സേഫ്. നമ്മളിപ്പോഴും മരത്തിന് മുകളിലൊക്കെ ആയിരുന്നേനെ. വലിയ തീരുമാനങ്ങൾ തന്നെ ആയിരുന്നത് ഹോമോയുടേത്. പിന്നീട് നമ്മൾ പഠിച്ച വീണ്ടും പ്രധാനപ്പെട്ടതാണ് ടൈപ്സ് ഓഫ് ഹോമോ. ഹോമോ ഹാബിലിസിനെ പറ്റി പറഞ്ഞു. പിന്നെ ആദ്യത്തെ ഉപകരണ നിർമ്മാതാക്കൾ. ഹോമോ ഇറക്ടസിനെ പറ്റി പറഞ്ഞു. ആദ്യത്തെ നേരെ നടക്കുന്ന കക്ഷിക്കാർ. ഹോമോ ഹെയ്ഡൽബെർഗിൻസസ്, പിന്നെ ഹെയ്ഡൽബെർഗിൻസ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ ഫോസിലുകളിൽ നിന്നും ഇവർക്ക് ആ പേര് കൊടുക്കുന്നു. ഹോമോ നിയാണ്ടർതാലെൻസിസ്, ജർമ്മനിയിലെ നിയാണ്ടർതാൽ വാലിയിൽ കണ്ടെത്തിയ ഫോസിലുകൾ വെച്ച് ആ മനുഷ്യവർഗത്തിന് ഹോമോ നിയാണ്ടർതാലെൻസിസ് എന്ന് പേര് കൊടുക്കുന്നു പറഞ്ഞു. പിന്നെ ഹോമോ സാപ്പിയൻസ്, അപ്പോൾ ബുദ്ധിമാനായ മനുഷ്യൻ, ചിന്താശേഷിയുള്ള മനുഷ്യൻ എന്നൊക്കെയുള്ള രീതിയിൽ. ചിലയിടത്ത് ഞാൻ പറഞ്ഞു ഹോമോ സാപ്പിയൻസ് എന്ന് 2ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെ ഹോമോ ഹാബിലിസും ഹോമോ ഇറക്ടസും ഹോമോ സാപ്പിയൻസും ഉള്ളൂ. 3-4 എക്സ്ട്രയാണ്. അടുത്ത 3 എണ്ണം ഓർത്തിരുന്നാലും മതി. ഇവരുടെ പ്രത്യേകതകൾ വലിയ ചോദ്യമായിട്ട് തന്നെ ഉറപ്പായിട്ട് ചോദിക്കുന്നതാണ്. ഹോമോ സാപ്പിയൻസിനെ പറ്റിയാണ് പിന്നീട് വീണ്ടും നമ്മൾ കാണുന്നത്. അപ്പോൾ ആ പിന്നെ പടത്തിൽ കാണുന്ന രൂപം വസ്ത്രം ഇല്ല എന്നുള്ള ഒഴികെ ബാക്കിയെല്ലാം ഒരു മനുഷ്യരൂപി തന്നെയാണ്. നേരത്തെ ഉള്ളതെല്ലാം ഉള്ള ആ മങ്കി ഷേപ്പ്ഡ് പേഴ്സണിൽ മാറി ഒരു മനുഷ്യരൂപി തന്നെയാണ് ഇവിടെ വരുമ്പോഴും. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതിന് മുമ്പിൽ നമ്മൾ പഠിച്ചായിരുന്നല്ലോ പിന്നെ ഹോമോയിൽ തന്നെ ആൾക്കാർ വസ്ത്രമൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയെന്ന്. പക്ഷേ ആ വസ്ത്രം അവർക്ക് തീർത്തും നാണം മറയ്ക്കാനുള്ള ഒരു ഇതായിട്ടൊന്നുമില്ല. തണുപ്പൊക്കെ വരുമ്പോൾ ഉപയോഗിക്കുക എന്നുള്ളത് കവിഞ്ഞ് അപ്പം ഈ കണ്ട കാലത്തിൻ്റെ ഏറിയ പങ്കും അവർ നാണം മറയ്ക്കൽ ഉപയോഗത്തിനായിട്ട് എപ്പോഴുമായി ഉപയോഗിക്കുന്ന ഒരു സാധനമായിട്ട് വസ്ത്രം ഉപയോഗിച്ചിരുന്നില്ല. അപ്പോൾ എല്ലാ തരത്തിലും പൗരുഷം തികഞ്ഞ ഇദ്ദേഹം ആയുധങ്ങളൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വസ്ത്രത്തിൻ്റെ ഉപയോഗത്തിലോട്ട് അങ്ങോട്ട് കടന്നിട്ടില്ല. ക്രോമാഗ്നൻ മെൻ വേർ ഹോമോസാപ്പിയൻസ്. ക്രോമാഗ്നൻ മെൻ, അപ്പോൾ ആ ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയവരെ ആ പേര് കൊടുക്കുന്നു. ഇവോൾഡ് ഇൻ ആഫ്രിക്ക ആൻഡ് സ്ലോലി പുഷ്ഡ് ദെയർ വേ ഇൻ ടു യൂറോപ്പ്. ആഫ്രിക്കയിലുണ്ടായി യൂറോപ്പിലോട്ട് യാത്രയായി. അപ്പോൾ അവിടുത്തെ ആ കോൾഡ് കാലാവസ്ഥയും ഒക്കെ താമസിക്കാൻ പറ്റുന്ന രീതി. ഗ്രീൻലാൻഡിൽ നിന്ന് വരെ അവരുടെ ശാരീരിക അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തിയത് കൊണ്ട് ആ ഭാഗത്ത് വരെ താമസിക്കാൻ പറ്റുന്നവരാണെന്ന്. മോഡേൺ ഹ്യൂമൻ ബീയിങ്സ്. ദെയർ ആർ 2 മെയിൻ തിയറീസ് ഫോർ ദ ഒറിജിൻ ഓഫ് മോഡേൺ ഹ്യൂമൻ ബീയിങ്സ്: റീപ്ലേസ്മെന്റ് മോഡൽ ആൻഡ് റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ. റീപ്ലേസ്മെന്റ് മോഡൽ ആൻഡ് റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളതാണ്. റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ അഥവാ പ്രാദേശിക തുടർച്ചാ മാതൃക, റീപ്ലേസ്മെന്റ് മോഡൽ അഥവാ ഏകോൽപത്തി മാതൃക. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അത്ര കൂടുതൽ പഠിച്ചിട്ടില്ല. ഒരു 2 ബുക്കിൻ്റെ 2 പേജുകളിലായിട്ട് ചാർട്ട് ചെയ്ത് നിങ്ങൾ പഠിക്കാനുള്ള അത്രയും നമ്മൾ പഠിച്ചിട്ടുള്ളായിരുന്നു. നമുക്ക് പുതിയ ഭാഗം സ്റ്റോറി ഓഫ് ഹ്യൂമൻ ഇവല്യൂഷനകത്ത് മോഡേൺ ഹ്യൂമൻ ബീയിങ്സ് എങ്ങനെയാണ് ഉണ്ടായെന്നുള്ളതിൻ്റെ 2 സിദ്ധാന്തങ്ങൾ, റീജിയണൽ കണ്ടിന്യൂറ്റി മോഡലും റീപ്ലേസ്മെന്റ് മോഡലും പഠിക്കാം. ദ സ്റ്റോറി ഓഫ് ഹ്യൂമൻ ഇവല്യൂഷൻ, മോഡേൺ ഹ്യൂമൻ ബീയിങ്സ്. ഹ്യൂമൻ ഇവല്യൂഷൻ്റെ 2ാം ഭാഗം മോഡേൺ ഹ്യൂമൻ ബീയിങ്സിലോട്ട് കിടക്കുകയാണ്. ദ ഏർലിയസ്റ്റ് എവിഡൻസ് ഫോർ ഹോമോസാപ്പിയൻസ് ഹാസ് ബീൻ ഫൗണ്ട് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ആഫ്രിക്ക. ഹോമോസാപ്പിയൻസിൻ്റെ ആദ്യകാല ഫോസിലുകളെല്ലാം നമുക്ക് ലഭിച്ചത് ആഫ്രിക്കയിൽ നിന്നാണ്. ദിസ് റൈസസ് ദ ക്വസ്റ്റ്യൻ ഓഫ് ദ സെന്റർ ഓഫ് ഹ്യൂമൻ ഒറിജിൻ. ഇതൊരു ചോദ്യം ഉയർത്തുന്നു, മനുഷ്യവർഗം എവിടെയാണ് ജനിച്ചതെന്ന്, മനുഷ്യോൽപത്തിയുടെ കേന്ദ്രം എവിടെയാണെന്ന് ഒരു ചോദ്യം ഉയർത്തുന്നു. വാസ് ദെയർ എ സിംഗിൾ സെന്റർ ഓർ വെയർ ദെയർ സെവറൽ? ഒരു ഏക കേന്ദ്രത്തിലാണോ അതോ പല കേന്ദ്രത്തിലാണോ മനുഷ്യൻ ജനിച്ചതെന്ന്. അപ്പം ദ പ്ലേസ് ഓഫ് ഒറിജിൻ ഓഫ് മോഡേൺ ഹ്യൂമൻ ഈസ് എ മച്ച് ഡിബേറ്റഡ് ക്വസ്റ്റ്യൻ. ഇത് ശരിക്കും ഒരു തർക്ക വിഷയമാണ്. ഇതിൽ ഏതാണ് ശരിയെന്ന്. ദെയർ വർ 2 ഡൈവർജന്റ് വ്യൂസ് അബൌട്ട് ദ ക്വസ്റ്റ്യൻ. ദ റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ അഥവാ പ്രാദേശിക തുടർച്ചാ മാതൃക, ദ റീപ്ലേസ്മെന്റ് മോഡൽ അഥവാ ഏകോൽപത്തി മാതൃക. അതിലെ ആദ്യത്തെ നമുക്ക് നോക്കാം. ദ റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ, മൾട്ടിപ്പിൾ റീജിയൻസ് ഓഫ് ഒറിജിൻ, പ്രാദേശിക തുടർച്ചാ മാതൃക.
According to the regional continuity model, the Homo sapiens originated in different regions. The advocates of this model argued that Homo sapiens in different regions gradually evolved into modern humans. അപ്പോൾ ഇതും പ്രകാരം റീജിയണൽ കണ്ടിന്യൂറ്റി മോഡലും പ്രകാരം മനുഷ്യവംശം ലോകത്തിന്റെ പല സ്ഥലത്താണ് ഉത്ഭവിച്ചത്. പല പ്രദേശങ്ങളിലുള്ള ആദിമ ഹോമോസാപ്പിയൻസ് ക്രമേണ ആധുനിക മനുഷ്യരായി പരിണമിച്ചു എന്നാണ് ഈ സിദ്ധാന്തത്തിന്റെ വക്താക്കൾ പറയുന്നത്. അപ്പൊ അവരുടെ വാദഗതികൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. The geographical features suitable for the growth of Homo sapiens existed in different regions. Therefore, Homo sapiens originated in different regions. ഭൂമിശാസ്ത്രപരമായ അനുയോജ്യതകൾ, സവിശേഷതകൾ ലോകത്തിന്റെ വിവിധ ഭാഗത്തുണ്ടായിരുന്നു ഹോമോസാപ്പിയൻസിനെ പോലൊരു വർഗം ഉണ്ടാവാൻ. അതുകൊണ്ട് തന്നെ അവർ ഭൂമിയുടെ പല ഭാഗത്തായിട്ടാണ് ജനിച്ചതെന്ന് ഇതിനെ അനുകൂലിക്കുന്നവർ പറയുന്നു. There were differences in the features of modern humans living in different parts of the world. ലോകത്തിന്റെ പല സ്ഥലത്ത് താമസിക്കുന്നവർ തമ്മിൽ പലവിധ വ്യത്യാസങ്ങളുണ്ട്. These differences occurred mainly due to their habitation in different places. അപ്പോൾ അത് മറ്റു കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല, പല പ്രദേശങ്ങളിൽ ഉത്ഭവിച്ചത് കൊണ്ടാണ് മനുഷ്യർക്കിടയിൽ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായത്. അപ്പോൾ പല പ്രദേശങ്ങളിൽ ഉത്ഭവിച്ചത് കൊണ്ടാണ് ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായതെന്ന്. There are dissimilarities among the people living in even in one region. ഒരു സ്ഥലത്ത് തന്നെ അധിവസിക്കുന്ന ആൾക്കാർ തമ്മിൽ പോലും ഹോമോ ഇറക്ടസും ഹോമോ ഹൈഡൽബർഗിൻസും ഒക്കെ തമ്മിലൊക്കെ പോലും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. The fossils of modern humans found from Ethiopia. മോഡേൺ മനുഷ്യന്റെ ഫോസിലുകൾ ആദ്യം കണ്ടെത്തിയത് എത്യോപ്യ, മൊറോക്കോ, ആസ്ട്രേലിയ, ബോർണിയോ, ഫ്രാൻസ് എക്സെട്ര indicate that they belong to different periods. This show that modern humans originated in multiple region. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ നിന്ന് ഫോസിലുകൾ കിട്ടിയത് മനുഷ്യൻ പല പ്രദേശത്തു നിന്ന് ഉത്ഭവിച്ചത് കൊണ്ടാണെന്ന് ഈ പ്രാദേശിക തുടർച്ചാ മാതൃകയുടെ വക്താക്കൾ അഭിപ്രായപ്പെടുന്നു. അടുത്തതായി ദ റീപ്ലേസ്മെന്റ് മോഡൽ, സിംഗിൾ ഒറിജിൻ ഇൻ ആഫ്രിക്ക, ഏകോൽപത്തി മാതൃക. According to replacement model, modern humans originated in a single region in Africa. It was from Africa that they spread to other regions of the world. അപ്പം ഏകോൽപത്തി മാതൃക പറയുന്ന മനുഷ്യൻ ഒരു സിംഗിൾ റീജിയൻ, ഒരു പ്രദേശത്താണ് ഉണ്ടായത്, അത് ആഫ്രിക്കയാണ്, അവിടുന്ന് മറ്റു പ്രദേശങ്ങളിലോട്ടെല്ലാം പോയതാണെന്ന്. The genetic and anatomical homogeneity of modern humans is the evidence of their origin in a single region. അവർ ഒരു സ്ഥലത്താണ് ജനിച്ചെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അവരുടെ ജനിതകവും ശരീരശാസ്ത്രപരവുമായ ഏകതയാണെന്ന്. അപ്പം അതിനൊരു തെളിവ് അവർ പറഞ്ഞു. The evidence of the earliest fossils of modern humans were discovered from Africa, from Homo and Ethiopia. They belong to 5.6 million years ago. അപ്പോൾ 5.6 മില്യൺ ഇയേഴ്സ് മുമ്പേ ആഫ്രിക്കയിൽ നിന്നും മനുഷ്യന്റെ ഫോസിലുകൾ കിട്ടിയ സ്ഥാനത്ത് on the other hand the fossils discovered from the outside Africa are only 1.8 million years old. ആഫ്രിക്കയ്ക്ക് വെളിയിൽ നിന്നും മനുഷ്യന്റെ ഫോസിലുകൾ കിട്ടിയത് വെറും 1.8 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. അപ്പോൾ ആഫ്രിക്കയിലാണ് മനുഷ്യനുണ്ടായെന്നുള്ളതിന്റെ അടുത്ത തെളിവ് അവർ പറയുകയാണ്. The replacement model also suggests that the physical differences observed today among the modern humans are the results of the adaptation by populations to the particular regions where they migrated, finally settled down. ആധുനിക മനുഷ്യർക്കിടയിലെ ശാരീരിക വ്യത്യാസങ്ങൾ അവർ കുടിയേറിയതും അന്തിമമായി സ്ഥിരതാമസമാക്കിയതുമായ പ്രത്യേക പ്രദേശങ്ങളുമായി ഇണങ്ങിച്ചേർന്നതിന്റെ ഫലമായിട്ടുണ്ടായതാണെന്ന്. അപ്പൊ ശാരീരിക വ്യത്യാസങ്ങൾ നോക്കിയവർ പല സ്ഥലത്താണ് ജനിച്ചെന്ന് പറയാനൊക്കത്തില്ല. അവർ ആ അഡാപ്റ്റേഷൻ ആ മറ്റ് സ്ഥലങ്ങളിൽ ചേർമ്പോൾ അവിടുത്തെ കാലാവസ്ഥയായിട്ടൊക്കെ ഇണങ്ങി ചേർന്നപ്പം ആ രൂപങ്ങളിലൊക്കെ വ്യത്യാസം വന്നു എന്നുള്ളതേ ഉള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. ദ സ്റ്റഡീസ് ആൻഡ് എക്സ്കവേഷൻസ് ഓഫ് റെബേക്ക കാൻ, ലീക്കെ കപ്പിൾസ് ആൻഡ് ഡൊണാൾഡ് ജോഹാൻസൺ ആൾസോ സപ്പോർട്ട് ദ റീപ്ലേസ്മെന്റ് മോഡൽ. അപ്പം ഇതുപോലത്തുള്ള നരവംശ ശാസ്ത്രജ്ഞർ റെബേക്ക ക്യാനെ, ലീക്കെ കപ്പിൾസിന്, ഈ ഡൊണാൾഡ് ജോഹൻസനെ പോലെയുള്ള ആൾക്കാരുടെ പഠനങ്ങളും ഉത്ഖനനങ്ങളും എല്ലാം ഏകോൽപത്തി മാതൃകയാണ് ശരിവെക്കുന്നതെന്ന് ഇവർ പറയുന്നു. അപ്പോൾ മനുഷ്യർ ഒരു സ്ഥലത്താണ് ഉത്ഭവിച്ചതെന്ന് ഒരു വിഭാഗവും അല്ല പല സ്ഥലത്താണ് ഉത്ഭവിച്ചതെന്ന് ഒരു വിഭാഗവും. അപ്പോൾ പ്രാദേശിക തുടർച്ചാ മാതൃകയിൽ ലോകത്തിന്റെ പല സ്ഥലത്ത് ഉത്ഭവിച്ച് പലയിടത്ത് വളർന്നു. ഏകോൽപത്തി മാതൃക
റീപ്ലേസ്മെൻറ്റ് മോഡലിൽ ഒരു സ്ഥലത്ത് ആഫ്രിക്കയിൽ മാത്രം. അപ്പോൾ എന്തായാലും എക്സാം പോയിട്ടായിട്ട് ചോദിക്കുന്നതാണ് മനുഷ്യോൽപത്തിയുടെ ഈ 2 തിയറികൾ. ആധുനിക മനുഷ്യൻ്റെ ഫോസിലുകൾ എവിടെ നിന്നൊക്കെ കിട്ടി, എത്ര പഴക്കം അതിന് ഉണ്ടായിരുന്നു, എത്ര വർഷം മുമ്പാണ് കിട്ടിയെന്ന് കാണിക്കുന്ന ഒരു ചാർട്ടാണ് കാണുന്നത്. അപ്പോൾ വലിയതായിട്ട് എക്സാം പോയിന്റ് ആയിട്ടില്ലെങ്കിലും വായിച്ചു നോക്കുക. എത്യോപ്യ ആഫ്രിക്കയിലെ ഒരു സ്ഥലമാണ്. 1,95,000 വർഷത്തിനും 1,60,000 വർഷത്തിനും ഇടയ്ക്ക്. പിന്നെ തൊട്ട് താഴോട്ട് സൗത്ത് ആഫ്രിക്ക, മൊറോക്കോ, ബ്രസീൽ, ഓസ്ട്രേലിയ തുടങ്ങി പല രാജ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അവസാനം ഫ്രാൻസ് വരെയുള്ള രാജ്യങ്ങളെ പറ്റി കാണാൻ പറ്റും. ഇപ്പോൾ വന്നിരിക്കുന്നത് അവരുടെ മൈഗ്രേഷനാണ്. ആഫ്രിക്കയിൽ ഏതാണ്ട് ഉത്ഭവിച്ച് അവിടുന്ന് പതുക്കെ അങ്ങ് യൂറോപ്പിലോട്ട് കയറി മറ്റ് ലോകത്തിൻ്റെ പല ഭാഗത്തോട്ടും, ഈവൻ ഇന്ന് ആസ്ട്രേലിയ എന്ന് പറയുന്ന ദ്വീപിലോട്ട് പോലും അവരുടെ മൈഗ്രേഷൻ്റെ കഥകളാണ്. അപ്പോൾ ഏത് മാർഗത്തിൽ കൂടെയാണ് അവർ അന്നത്തെ കാലത്ത് കടലൊക്കെ താണ്ടിയതെന്നുള്ളതാണ്. വെറും തടി ചെങ്ങാടങ്ങളൊക്കെ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ആ കാലത്ത് ആ മനുഷ്യൻ എന്തൊക്കെയോ ക്ലൈമറ്റിക് ചേഞ്ചോ അല്ലെ ഫുഡ് തേടിയൊക്കെയുള്ള യാത്രകളിൽ മറ്റ് വൻകരകളിലൊക്കെ എത്തിച്ചേർന്നതിനെ പറ്റിയാണ്. അടുത്ത ഇയർലി ഹ്യൂമൻസ് വേസ് ഓഫ് ഒബ്റ്റെയിനിങ് ഫുഡാണ്. എക്സാമിൻ്റെ സ്ഥിരം ചോദ്യമാണ്, വളരെ നിസ്സാരവുമാണ്. ഇയർലി ഹ്യൂമൻസ് വേസ് ഓഫ് ഒബ്റ്റെയിനിങ് ഫുഡ്. ആദിമ മനുഷ്യർ ഭക്ഷണം നേടുന്നതിനുള്ള മാർഗങ്ങൾ. അപ്പോൾ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കാതെ തന്നെ ആണെങ്കിലും നിങ്ങൾ പറയും ആദിമ മനുഷ്യർ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും വേട്ടയാടി ജീവിച്ചു. പിന്നെ എങ്ങനെയൊക്കെ ജീവിച്ചു? കായികനികൾ പറക്കിയെടുത്ത് ജീവിച്ചു. പിന്നീടോ ഫിഷിങ്ങും നടത്തിയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തയെ മാത്രം നിൽക്കുന്ന കാര്യങ്ങൾ. പിന്നെ ചത്ത ജീവികളുടെയൊക്കെ ആഹാരങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിലും കൊടുത്തേക്കുന്ന അതൊക്കെ തന്നെയാണ്. ആദ്യം കൊടുത്തേക്കുന്ന ഗ്യാതറിങ്, കളക്ഷൻ, ഫലമൂലാദികളൊക്കെ ഗ്യാദർ ചെയ്തു. അടുത്ത സ്കാവെഞ്ചിങ്, ഈ ചത്ത ജീവികളുടെ ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. പിന്നെ അതും കഴിഞ്ഞിട്ടാണ് ഹണ്ടിങ്. നമ്മൾ ആദ്യം ഹണ്ടിങ് പറയാൻ വന്നില്ലേ, ഒരു 5 ലക്ഷം വർഷം മുമ്പേ ഹണ്ട് ചെയ്തതായിട്ടൊക്കെ പറയുന്നുണ്ടെങ്കിലും ആസൂത്രിതമായ ഹണ്ടിങ് തുടങ്ങുന്നത് കുറേ കഴിഞ്ഞിട്ടാണെന്ന്. അതാണ് ഇപ്പോഴും കാണുന്ന ബോക്സ് ഗ്രോവ് ഇൻ സദേൺ ഇംഗ്ലണ്ടിലൊക്കെ, പിന്നെ ഷോവിംഗ്ടൺ ജർമ്മനി, അവിടെയൊക്കെ ആസൂത്രിതമായിട്ടുള്ള ഹണ്ടിങ്ങിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ ഹെഡിങ്സിലൂടെ തന്നെ നമുക്കങ്ങ് ഓർത്തിരിക്കാൻ പറ്റില്ലയോ? ഗ്യാതറിങ്, സ്കാവെഞ്ചിങ്, ഹണ്ടിങ്, ഫിഷിങ്, ഇത് ഓരോന്നിനെ കുറിച്ചും. അപ്പോൾ ഹെഡിങ് പഠിക്കുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വിവരിച്ചെഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. എക്സാം പോയിൻ്റായിട്ട് ഉറപ്പായിട്ട് ചോദിക്കുന്നതാണ് ഇയർലി ഹ്യൂമൻസ് വേസ് ഓഫ് ഒബ്റ്റെയിനിങ് ഫുഡ്. ആദിമ മനുഷ്യർ ഭക്ഷണം നേടുന്നതിനുള്ള മാർഗങ്ങൾ. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഹണ്ടിങ് എന്നാണ് പറഞ്ഞിരുന്നതിൽ പുസ്തകത്തിൽ ഗ്യാതറിങ്. അപ്പോൾ മനുഷ്യരൂപം ആവുന്നതിന് മുമ്പ് അവൻ അധികവും മരത്തിൻ്റെ മുകളിലും മരത്തിൻ്റെ താഴെയൊക്കെ ആയിട്ട് കിട്ടിയിരുന്ന ഫലമൂലാദികൾ ഒക്കെ നുള്ളിപ്പറക്കി കഴിഞ്ഞുകൂടി. അപ്പോൾ മറ്റ് ഹിംസ്ര മൃഗങ്ങളൊക്കെ കൊന്നിട്ടിട്ട് പോയ ജീവികളുടെ ഭക്ഷണം അതൊക്കെ കഴിച്ചും ജീവിച്ചു. പിന്നീട് ഹണ്ടിങ് ആണ്, വേട്ടയാടൽ. വളരെ വിശദമായിട്ട് തന്നെ പഠിക്കാനുള്ളതാണ്. വളരെ പ്രാകൃത കാലത്ത് തന്നെ തുടങ്ങി, പിന്നീട് ആയുധങ്ങളൊക്കെ വെച്ച് ആസൂത്രിതമായിട്ട് പിന്നീട് ചെയ്യുന്നു. അതും കഴിഞ്ഞിട്ടാണ് ചുറ്റും കിടക്കുന്ന ജലാശയങ്ങളിലെ ഭക്ഷണങ്ങളെക്കുറിച്ച് അവൻ അറിഞ്ഞത്. അപ്പോൾ അവിടുത്തെ മീനുകളെ പിടുത്തം, ഫിഷിങ്ങിലൂടെ ആരംഭിക്കുന്നു അടുത്ത ഭക്ഷണ സമ്പാദനത്തിനുള്ള മാർഗം. അപ്പം ഗ്യാതറിങ് ആയി, സ്കാവെഞ്ചിങ് ആയി, ഹണ്ടിങ് ആയി, ലാസ്റ്റിൽ നമ്മൾ ഫിഷിങ്ങും പറഞ്ഞു. അപ്പം ഈ ഭാഗം നമ്മൾ വിശദമായി അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ശരി.